നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ നടത്തുന്നത് വെല്ലുവിളികളെ നേരിടാൻ ശേഷിയില്ലാത്ത ഭീരുവായ പടനായകനാണ് താനെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകളാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. പട തുടങ്ങും മുൻപേ പടനായകൻ പരാജയം സമ്മതിച്ചതായും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നുണ്ട്. ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള കുറിപ്പിന്റെ തുടക്കത്തിൽ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞുവെന്നും LDF ആരെങ്കിലും ഒരാളെ തപ്പിപ്പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും, എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലപാട് BJP-യുടേതാണെന്നും പറയുന്നുണ്ട്. മത്സരിക്കേണ്ട എന്ന ഭീരുത്വം കലർന്ന നിലപാട്, വെല്ലുവിളികളെ നേരിടാൻ ശേഷിയില്ലാത്ത ഭീരുവായ പടനായകനാണ് താനെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് രാജീവ് ചന്ദ്രശേഖരൻ പുറത്തു പറയുന്നത്. പട തുടങ്ങും മുൻപേ പടനായകൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 17,500 വോട്ട് താമര ചിഹ്നത്തിൽ വീണ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി വേണ്ട എന്ന നിലപാട് എന്തുകൊണ്ടായിരിക്കാം BJP നേതൃത്വം സ്വീകരിക്കുന്നതെന്നും അതിന് കാരണമായി സന്ദീപ് പറയുന്നത് BJP-യുടെ കേരളത്തിലെ സ്വാധീനം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം താഴോട്ടാണ് എന്ന സത്യം തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ്. ഗണ്യമായ തോതിൽ ക്രൈസ്തവ വോട്ടുള്ള നിലമ്പൂരിൽ ക്ഷീണം സംഭവിച്ചാൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വഖഫ് അമെൻഡ്മെന്റ് ആക്ട് എടുക്കാച്ചരക്കായി മാറും. കപട ദേശീയതയും നിലമ്പൂരിൽ വിലപ്പോവില്ല എന്നതാണ്. നരേന്ദ്രമോദി നേരിട്ട് വന്ന് പ്രചരണം നടത്തിയാലും 2024 നേടിയ 17,500 വോട്ട് പോയിന്റ് അതിന്റെ പകുതി നേടാൻ BJP-ക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോ പിന്നെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോടികൾ നടത്തി ചിലവാക്കിയ PR വർക്ക് കല്ലത്തായി പോകും എന്നൊരു ഭയവും BJP-ക്കുണ്ട്. അതിനാൽ നിലമ്പൂരിലെ BJP പ്രവർത്തകരെ വിധിക്ക് വിട്ടുകൊടുത്ത് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മുങ്ങാനാണ് BJP-യുടെ ശ്രമം. ഏതെങ്കിലും സ്വതന്ത്രനെ കണ്ടെത്തി പിന്തുണ നൽകി തടിയൂരാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. പോസ്റ്റർ ഒട്ടിക്കാൻ മൈദ വാങ്ങാൻ പണമില്ലാതിരുന്ന കാലത്തും കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടാത്ത കാലത്തും BJP കേരളത്തിൽ ഉടനീളം മത്സരിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു നേതാവും തിരഞ്ഞെടുപ്പ് അപ്രസക്തമാണെന്ന കാരണം പറഞ്ഞ് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും ഒളിച്ചോടിയിട്ടില്ല. ലാഭം മാത്രം നോക്കുന്ന കച്ചവടക്കാരനെ പ്രസിഡന്റ് ആക്കിയാൽ ഇങ്ങനെയിരിക്കും. അനുഭവിച്ചോ എന്നും സന്ദീപ് തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. BJP തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുക എന്നത് LDF-ന്റെ ആവശ്യം കൂടിയാണ്. BJP-യുടെ വോട്ടുകൾ CPM-ന് നൽകാനായി ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം. എന്നാൽ പാലക്കാട് സംഭവിച്ചതിനേക്കാൾ കൂടുതൽ വലിയ തിരിച്ചടി CPM BJP അവിശുദ്ധ ബാന്ധവത്തിന് നിലമ്പൂർ ജനത നൽകും. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാന നിമിഷം വരെ ഉയർന്ന പേരുകാരനായ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിക്കും മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കൾക്കുമൊപ്പമാണ് ഷൗക്കത്ത് മുക്കട്ട വലിയ പള്ളിയിലെ ആര്യാടിന്റെ ഖബറടത്തിലേക്ക് എത്തിയത്. VS ജോയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ലീഗ് നേതാവുമായി ഇസ്മയിൽ മുത്തേടവും ഷൗക്കത്തിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. നിലമ്പൂർ തിരിച്ചു പിടിക്കുക എന്ന ആര്യാടൻ സാറിന്റെയും പ്രകാശേട്ടന്റെ സ്വപ്നം പൂർത്തീകരിക്കുമെന്ന് VS ജോയി പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഒരു കൈയും മെയ്യുമായി വിജയത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പിതാവ് ചെയ്തു വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് വോട്ട് ചോദിക്കുന്നതെന്ന് ഷൗക്കത്ത് പറഞ്ഞു. ചാലിയാർ പുഴയും കൈവഴികളും അതിരിട്ട് ചെറിയ തുരുത്തുകളായിരുന്ന നിലമ്പൂരിലെ പഞ്ചായത്തുകളെ പാലങ്ങളും റോഡുകളും ഉണ്ടാക്കി വികസനം എത്തിച്ചത് പിതാവാണ്. കഴിഞ്ഞ 9 വർഷം വികസനം മുരടിപ്പാണ് നിലമ്പൂരിലുള്ളത്. അതിന് മാറ്റം വരണം. മലയോര ജനത വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവനും കൃഷിയും നഷ്ടപ്പെട്ട് നരകതുല്യമായ അവസ്ഥയിലാണ്. അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണം. ആദിവാസികൾ അടക്കമുള്ളവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്നും പറഞ്ഞു. കൂടാതെ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെ മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ സ്മൃതി മണ്ഡപത്തിലും ഷൗക്കത്ത് പുഷ്പാർച്ചന നടത്തിയിരുന്നു. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന ചർച്ച്, ചന്തക്കുന്ന് മാർത്തോമ പള്ളി, ചുങ്കത്തറ MBM ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് അനുഗ്രഹവും തേടി.